കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയതും സാഹസികവുമായ ഒരു പ്രതിപിടുത്തത്തിനാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ഇടുക്കി അതിർത്തിയിലെ മുണ്ടക്കയം സാക്ഷ്യം വഹിച്ചത്. കരുനാഗപ്പള്ളിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ആലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച 4-അംഗ സംഘം അത്യാധുനിക സാങ്കേതികവിദ്യയായ ഗൂഗിൾ മാപ്പിന്റെയും ഒരു പോലീസ് ഓഫീസറുടെ അസാമാന്യ ധൈര്യത്തിന്റെയും നാട്ടുകാരുടെ ഉണർന്നു പ്രവർത്തിക്കലിന്റെ ഫലമായി മണിക്കൂറുകൾക്കുള്ളിൽ അഴിക്കുള്ളിലായി. ഈ കൊലപാതകത്തിന് പിന്നിൽ വലിയൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. കൊല്ലപ്പെട്ട ആലുവ അതുൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവ് ജിം സന്തോഷ് വധക്കേസിലെ 1-ാം പ്രതിയായിരുന്നു ഇയാൾ. സന്തോഷിനെ സ്വന്തം അമ്മയുടെ മുന്നിലിട്ട് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും മാരകമായി വെട്ടിയുമാണ് അതുലും സംഘവും കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് പ്രതികാരം വീട്ടുമെന്ന സന്തോഷിന്റെ കൂട്ടാളികൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങിയ അതുൽ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയതായിരുന്നു. തിരികെ മടങ്ങുന്ന വഴിയിൽ മുൻകൂട്ടി പദ്ധതിയിട്ട പ്രകാരം എത്തിയ സംഘം ഇയാളെ വെട്ടിക്കൊല്ലുകയായിരുന്നു. കൃത്യത്തിന് ശേഷം അതിവേഗത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിക്കാമെന്ന് സംഘം കണക്കുകൂട്ടി. കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ പിന്നിട്ട് പ്രതികൾ സഞ്ചരിച്ച കാറ് മുണ്ടക്കയത്ത് എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. പോലീസിനെ കണ്ടതോടെ കാർ വെട്ടിച്ച് പാഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ജോൺസൺ AGയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന് വാഹനത്തെക്കുറിച്ച് നേരത്തെ തന്നെ സന്ദേശം ലഭിച്ചു. പ്രതികൾ സ്വന്തം കൺമുന്നിലൂടെയാണ് പോയതെന്ന് തിരിച്ചറിഞ്ഞ ജോൺസൺ ഒരു ഔദ്യോഗിക വാഹനത്തിന് കാത്തു നിൽക്കാതെ തൊട്ടടുത്ത് കണ്ട ഒരു പിക്കപ്പ് ലോറിയിൽ അദ്ദേഹം പ്രതികളെ പിന്തുടരാൻ തീരുമാനിച്ചു. ഇത്തരം ജീവൻ പണയപ്പെടുത്തിയ ആ യാത്രയാണ് കേസിൽ നിർണായകമായത്. ഹൈവേയിലൂടെ അമിത വേഗതയിൽ പാഞ്ഞ പ്രതികളുടെ കാറിനെ പിക്കപ്പ് ലോറിയിൽ പിന്തുടർന്ന ജോൺസൺ അവരെ തടയാനായി പലതവണ ലോറി കൊണ്ട് കാറിൽ ഇടിക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രതികൾ പരിഭ്രാന്തരായി. റോഡിലെ തിരക്കും പോലീസിന്റെ പിന്തുടരലും കാരണം പ്രധാന പാതയിലൂടെ പോകുന്നത് അപകടകരമാണെന്ന് കരുതിയ പ്രതികൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടി. മുരുക്കും വയൽ വണ്ടൻ പാതൽ വഴി ഇടുക്കിയിലെ 35-ാം മൈലിലേക്ക് പ്രവേശിക്കാൻ ഗൂഗിൾ മാപ്പ് ഒരു എളുപ്പ വഴി നിർദ്ദേശിച്ചു. ഹൈവേയിലെ പോലീസ് പരിശോധന ഒഴിവാക്കാൻ ഈ ഇടവഴി സഹായിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ആ വഴി കേവലം ഒരു ചെറിയ തോടരികിലൂടെയുള്ളതും വളരെ ഇടുങ്ങിയതുമായിരുന്നു. ഒടുവിൽ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഒരു ഇടവഴിയിൽ കുടുങ്ങി. ഈ സമയം മുണ്ടക്കയത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു. കാറിന്റെ നമ്പറും ചിത്രങ്ങളും പോലീസിനെ വെട്ടിച്ചു കടന്ന വിവരവും നിമിഷങ്ങൾക്കുള്ളിൽ മുണ്ടക്കയത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എത്തി. ഓരോ കവലകളിലും നാട്ടുകാർ കാവൽ നിന്നു. വാഹനം ഇടുങ്ങിയ റോഡിൽ കുടുങ്ങിയതോടെ പ്രതികൾ കാർ ഉപേക്ഷിച്ച് സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലേക്കും കാടുകളിലേക്കും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രാത്രി 11 മണിയോടെയായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ നടന്നത്. എന്നാൽ മുരിക്കും വയലിലെ നാട്ടുകാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതികളെ അവർ വളഞ്ഞു. വിവരമറിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ കാഞ്ഞിരപ്പള്ളി, എരുമേലി, പൊൻകുന്നം സ്റ്റേഷനുകളിൽ നിന്നുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പത്മവ്യൂഹം തീർത്തു. കാടിനുള്ളിൽ ഒളിക്കാൻ ശ്രമിച്ച വിഷ്ണു, അനിർ, ഹുസൈൻ, ആഷിഖ് എന്നിവർക്ക് മുന്നിൽ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലായിരുന്നു. തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തിയ പോലീസ് സംഘം പ്രദേശം വളയുകയും പ്രതികളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കൃത്യം നടന്ന വെറും 12 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കുറ്റാന്വേഷണ മികവിനും ഏകോപനത്തിനും ഉത്തമ ഉദാഹരണമായി. ഈ സംഭവം 3 പ്രധാന കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. സ്വന്തം സുരക്ഷ നോക്കാതെ പിക്കപ്പ് ലോറിയിൽ കൊലയാളി സംഘത്തെ പിന്തുടർന്ന സിവിൽ പോലീസ് ഓഫീസർ ജോൺസൺ AGയുടെ ധീരത സമാനതകളില്ലാത്തതാണ്. ഗൂഗിൾ മാപ്പ് എല്ലായ്പ്പോഴും കൃത്യമായി വഴി കാട്ടിത്തരില്ലെന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ഉൾനാടൻ റോഡുകളിൽ ഇത് വലിയ കെണിയാകുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു. നാട്ടുകാരുടെ സഹായം ഇല്ലാതിരുന്നതിനാൽ രാത്രിയുടെ മറവിൽ പ്രതികൾ രക്ഷപ്പെട്ടേനെ. വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിച്ചതിലൂടെ പ്രതികളെ ഓരോ നിമിഷവും ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. പിടിയിലായ 4 പേരെയും കൊല്ലം സിറ്റി പോലീസ് കൈമാറി. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ജിം സന്തോഷ് വധക്കേസിന്റെ ബാക്കിയായി ഇനിയും ഗുണ്ടാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൊല്ലം നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുണ്ടക്കയത്ത് പോലീസ് തീർത്ത പത്മവ്യൂഹത്തിൽ പ്രതികൾ വീണത് ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ്. കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണിത്.